പെന്തക്കോസിൽ പോയിട്ട് നിനക്ക് എന്നാ കിട്ടി എന്നത് ഒരു ചോദ്യമാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള മറു ചോദ്യം, പെന്തക്കോസിൽ വന്നപ്പോൾ നിനക്ക് എന്തുണ്ടായിരുന്നു? ഒരു പെണ്ണാട്, ഒരു കുഞ്ഞാട്, ഒരു മുട്ടാട്, പിന്നെ ഒരു തൊട്ടി, ഒരു കൊട്ട, ഒരു വട്ടി, ഒരു ചട്ടി, ഒരു പട്ടി, ഒരു കുട്ടി, ഒരു പെട്ടി. ഇറങ്ങിയ സമയത്ത് എന്നാൽ പെന്തക്കോസിൽ വന്ന് നേടിയെടുത്തതോ? ഇഷ്ടം പോലെ പെട്ടി, ഇഷ്ടം പോലെ കുട്ടി, ഇഷ്ടം പോലെ ചട്ടി, ഇഷ്ടം പോലെ തൊട്ടി. ഇപ്പോൾ പഴയ പിതാക്കന്മാരൊക്കെ ജീവിച്ചു തോർക്കുമ്പോൾ ഒരു പുച്ഛം, മാത്രമല്ല തനി പെന്തക്കോസ് എന്ന് പറയാൻ അതിനേക്കാൾ പുച്ഛം. ഞാൻ പറയണം, ഞാൻ പെന്തക്കോസുകാരനാന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നയാളാ. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. സ്തോത്രം. ഇപ്പോഴും സന്തോഷമാണ്. പിന്നെ ദുഃഖം എന്നാന്ന് വെച്ചാൽ നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാ. പെന്തക്കോസ് എന്ന് മാത്രമല്ല, തനി മലയാളി പെന്തക്കോസ് തന്നെ പറയാൻ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നവരാണ്. കാരണം ലോകത്തിലെ മറ്റ് ഒരു ഭാഗത്തും ഇല്ലാത്തവണ്ണം വേദപുസ്തക ഉപദേശങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് മലയാളി പെന്തക്കോസ്തുകാരൻ എന്ന ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മലയാളി പെന്തക്കോസ്തുകാരൻ എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തതയുള്ള പെന്തക്കോസ്തുകാരനാണ് എന്നൊക്കെ പറയുന്നത് ഒരഭിമാനമായി ഞാൻ കരുതിയിരുന്നു. കാരണം ആഭരണം ഉപേക്ഷിക്കുക എന്നുള്ളത് മലയാളി പെന്തക്കോസിന്റെ മാത്രം ഒരു അജണ്ടയാണ്. ബാക്കി ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും പെന്തക്കോസുകാരുടെ ഇടയിൽ ചെല്ലുമ്പോൾ പെന്തക്കോസായി ജീവിക്കാം, പുറത്തു വരുമ്പോൾ സാധാരണക്കാരെ പോലെ ജീവിക്കാം. അങ്ങനെ ഒരു ധൈര്യം അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ അങ്ങനെ പറ്റുന്നില്ല. ഒരു വിശ്വാസിയുടെ കരച്ചിലെന്ന് കേൾക്കാം. 2 ദിവസം മുമ്പ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയായി തീർന്നു. എൻ്റെ ഒരു സംശയം മാത്രമാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. ആഭരണം യൂസ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ആഭരണം യൂസ് ചെയ്യുന്നതിനകത്ത് തെറ്റില്ല, അത് IPCയുടെ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ആ സമയത്ത് ആഭരണം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതെന്ന് നമ്മുടെ പാസ്റ്റർ പറയാനിടയായി. ഞാനിപ്പോൾ വാച്ച് പോലും ഉപയോഗിക്കാത്ത ഒരാളാണ്. റാൻഡമായിട്ടാണ് വാച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പം എനിക്ക് മാല ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ ആഭരണം ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ആണുങ്ങൾക്ക് അവർക്ക് മാല, ഇപ്പോൾ ഇടിവള, മോതിരം അതൊക്കെ യൂസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൂടെ പാസ്റ്റർ വിശദീകരിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ചില സംശയങ്ങളുണ്ട്. പാസ്റ്റർമാർ ഒന്ന് ക്ലിയർ ആക്കി തരണം. കാരണം ഇവിടെ ഞങ്ങൾ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, അവരുടെ പുക്കിളിന് ചുറ്റും ആഭരണമുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. കാത് നിറച്ച് അവർക്ക് ആഭരണമാണ്. നാക്കയിലും ആഭരണം കൊളുത്തിയിടാറുണ്ട്. പ്രൈവറ്റ് പാർട്ടിലും അവർ ആഭരണങ്ങൾ കൊത്തി കൊത്തി വെക്കാറുണ്ട്. അതിൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ പാസ്റ്റർമാർ വിലക്കുമോ? കാരണം കാതയിലും കഴുത്തിലും ഒക്കെ ഇടാമെങ്കിൽ പിന്നെ ഇതും ആയിക്കൂടെ? നാക്ക് നീട്ടുമ്പോൾ ആ നാക്കയിൽ കർത്തൃമേശ വെച്ചു കൊടുക്കാൻ നിങ്ങൾ ഭയപ്പെടുമോ? അതോ ഇച്ചിരി സങ്കോചം കാണിക്കുമോ? അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കി തന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. കാരണം പണ്ടോ അപ്പച്ചന്മാർക്ക് തെറ്റിപ്പോയി. ഇപ്പോഴുള്ളവരെങ്കിലും അതൊന്ന് ക്ലിയർ ആക്കി തന്നാൽ ഞങ്ങൾക്ക് ഒന്ന് സ്മൂത്തായിട്ട് ചലിക്കാമായിരുന്നു. ബഹുമാനപ്പെട്ട KC പറയുന്നത്, അന്ന് നമ്മൾ ആ ഭരണവർജനം പറയാതിരുന്നു എങ്കിൽ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. എനിക്ക് KC പാസ്റ്ററോട് ചോദിക്കാനുള്ളത്, പാസ്റ്റർജി, ഒരുപാട് ആൾക്കാർ പെന്തക്കോസ്തിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? വിശ്വാസികളെ ഞങ്ങൾക്ക് വേണ്ടായേ മതിമതിയായേ എന്നുള്ളത് സഭക്കാരും പാസ്റ്റർമാരും ഒരുപോലെ ചേർന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ചില സഭകളെ ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, പണ്ട് വഴക്കുണ്ടാക്കി പോയവരും മത്സരിച്ച് ഇറങ്ങിപ്പോയവരും ഗുണ്ടകളായി നിന്നവരും നേതാക്കന്മാരും ഒക്കെ ഇപ്പോൾ മടങ്ങി വരുന്ന ഒരു കാലമാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഇറങ്ങിപ്പോയിക്കോ, വേറെ ഏതെങ്കിലും സഭയിൽ പൊയ്ക്കോ എന്ന് കൈ തൊഴുത് പറഞ്ഞിട്ടും ഇങ്ങനെയുള്ള കൂട്ടർ പോകുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടി ജീവിച്ചോളാമെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ടു വന്നതാണോ എന്തും സഭയിൽ ഇപ്പോൾ ചേക്കേറിയിട്ടുണ്ട്. എന്നാൽ നേതാക്കന്മാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ബലഹീനരായ വിശ്വാസികളെ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പാസ്റ്റർമാർക്ക് ഉമിണ് കളയാനും വയ്യ, ചേർത്ത് പിടിക്കാനും വയ്യ എന്നുള്ള സാഹചര്യത്തിൽ ഇന്ന് സഭകൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ബലഹീനരായ വിശ്വാസികളെന്ന് നേതാക്കന്മാർ പറയുമ്പോൾ ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയതും, സത്യത്തിന്റെ പരിജ്ഞാനം ഗ്രഹിച്ച ശേഷം പിന്മാറിപ്പോയാൽ വീണ്ടും ഇവരെ മടക്കി കൊണ്ടുവരാനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാനോ കഴിയത്തില്ല എന്നുള്ളതാണ് ദൈവവചനം പോലും പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ഗുണ്ടകളെ വേണ്ടായേ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾ ആഗ്രഹിക്കുന്നതും പറയുന്നത്. ഒരു പാസ്റ്റർ തന്റെ അനുഭവം ഞങ്ങളോട് ഇങ്ങനെ പങ്കുവച്ചു. അവിടെ പ്രാർത്ഥന തുടങ്ങുന്നത് 9:30 മണിക്കാണ്. 12 വരെ ആ സഭായോഗം നീണ്ടു നിൽക്കും. എന്നാൽ ഒരു പർട്ടിക്കുലർ വിശ്വാസി
വിശ്വാസി അല്ലെങ്കിൽ ആ കുടുംബം വരുന്നത് 10 മണിയാകുമ്പോഴാണ്. യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടല്ല, താമസിച്ചേ വരികയുള്ളൂ. അത് അവരുടെ സ്വഭാവമാണ്. 11:30 ആകുമ്പോഴത്തേക്ക് സഭയിൽ നിന്ന് എഴുന്നേറ്റിരിക്കും. പുസ്തകമെടുത്ത് കക്ഷത്തിൽ വെച്ച് ഡോറിൻ്റെ അരികിൽ പോയി നിൽക്കും. എന്നിട്ട് പാസ്റ്ററെ നോക്കി ചൂണ്ടിക്കാണിക്കും, സമയമായി നിർത്താൻ പറയും. അവിടെ നിന്നുകൊണ്ട് മുണ്ട് മടക്കിക്കുട്ടി മുട്ടിന് മേലെ ആ മുണ്ട് മടക്കി കുത്തും. കക്ഷത്തിൽ ആ പുസ്തകം പിടിക്കും. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടാണ് ഈ കോക്രിയെല്ലാം അവിടെ നിന്നുകൊണ്ട് പാസ്റ്ററിനെ കാണിക്കുന്നത്. ഭാര്യയെ പേര് വിളിച്ച് ഉറക്കെ വിളിച്ച് അവളെ ഇറക്കിക്കൊണ്ടുപോകും. ഇങ്ങനെ ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പെന്തക്കോസിൽ എന്തിന് ആളെ കൂട്ടാൻ? എന്റെ ചോദ്യം, ഈ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇനി ചിലപ്പോൾ കുറച്ച് നാളുകൾ കൂടി മുമ്പിലേക്ക് കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള ദൈവദാസന്മാർ വന്നിരുന്ന് ചിലപ്പോൾ പറയും, വിശുദ്ധി വേർപാട് എന്ന ഉപദേശങ്ങളൊന്നും പറയാതിരുന്നു എങ്കിൽ ഒരുപാട് പേര് വരുമായിരുന്നു. ശരി തന്നെയാണ്. ഇതൊരു ക്ലബ് പോലെ നമ്മൾ കൊണ്ടുപോയിരുന്നു എങ്കിൽ ആൾക്കാർ വരുമായിരുന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ എന്റെ ചോദ്യം, ഈ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മുടെ ഒക്കെ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ ജഗ പുക അറിയാത്തവരാണ്. ഇത് അപകടം തന്നെയാണ്. കാതലായ കാര്യം എന്താണെന്ന് ഒരു തിരിച്ചറിവുമില്ലാത്ത ജനമാണ് ഇന്ന് പെന്റക്കോസ്റ്റിന്റെ സിംഹഭാഗവും. ജനം മാത്രമല്ലേ, ഉപദേശി വർഗവും അങ്ങനെ തന്നെ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. പാസ്റ്റർ കേസ് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഉപദേശ രൂപേണ ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന വ്യക്തതയുള്ളത് കൊണ്ടായിരിക്കാം പുതിയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പാസ്റ്റർ കെ സി അവർ പറഞ്ഞത്. പാസ്റ്റർ കെ സി ജോൺ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റിന് കൊടുത്ത മറുപടിയാണ് നമ്മൾ ഇതുവരെയും കേട്ടത്. ഇനിയും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആഭരണം ഊരുക എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം ബന്ധുക്കോസിലായെന്ന്. ഈ ആശയം ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? അത് സ്വന്തം ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണോ അതോ മറ്റെവിടെന്നെങ്കിലും കോപ്പി ചെയ്തതാണോ? കേരളത്തിൽ മാല പെന്തക്കോസ്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ KP യോഹന്നാനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഡോക്ടർ KP യോഹന്നാൻ്റെ കൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിനൂടെ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ടീമിൽ നന്നായി പ്രവർത്തിച്ച് അദ്ദേഹത്തെ അകം പുറം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ട് ചില സംഭാഷണങ്ങളാണ് ഇനിയും നിങ്ങളെ കേൾപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആഭരണം കൊണ്ടുവന്നാലും പിന്നെ കേരളത്തിൽ ആഭരണം ധരിക്കാമെന്നുള്ള ക്രമീകരണം ഒരുക്കി എത്തിയവനാണ്. കാരണം പുള്ളി കളറുന്ന ഐപിസിലെ വിശ്വാസി. അവരുടെ നേരത്തെ ഐപിസിലെ മെമ്പറാണ് എത്തിയത്. ആ മനുഷ്യനാണ്. പിന്മാറിയിരുന്നു. പുള്ളി എവിടെ പോയി? പുള്ളി മർത്തമക്കാരനാണ്. അല്ല, പുള്ളി മർത്തമക്കാരനാണ്. മർത്തമന് പോലെ നേരണ ഐപിസിയുടെ മെമ്പറായി അവിടെ കോസുകാരനായി ആരാധനയെ സംബന്ധിച്ച് പോകാൻ തയ്യാറാണ്. നേരണ ഐപിസിന്റെ മെമ്പർ. അപ്പൊ ബന്ധുക്കോസുകാരനായി നേരണ ഐപിസിലെ മെമ്പറായിരിക്കുന്ന ഈ മനുഷ്യൻ മുൻപോട്ട് പോകുന്ന സമയത്ത് വിളിയില്ലാതെന്ന് മനസ്സിലാക്കി. GFA എന്ന് പറഞ്ഞ ഗോസ്പൽ ഫോറേഷൻ അല്ലെങ്കിൽ ആത്മീയാത്ര എന്ന് പറഞ്ഞ റേഡിയോ പ്രഭാഷണം തുടങ്ങി. അദ്ദേഹം മുൻപോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം രോഗം സൗഖ്യമാകണമെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ സൗഖ്യമാകും. ഞാൻ കുമരകത്ത് ഒരു വീട്ടിൽ ബുധനാഴ്ച പ്രേരണുണ്ടാകും. കുമരകത്ത് ഇല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ ബുധനാഴ്ച പ്രാർത്ഥന അർത്ഥമക്കാരന്റെ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കുമരകത്തു നിന്ന് വന്ന പലരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ആ വീട്ടിൽ വന്നവര് എന്നോട് പാസ്റ്ററെ അമ്മ ഇവിടെ വിട്ടു പറഞ്ഞു, എന്റെ ഇവിടുത്തെ മോളെ ഇങ്ങനെ തടകുമായിരുന്നു. ഏതാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇങ്ങനെ തടകാൻ പറ്റും. കാരണം എവിടെ ഇരിക്കുന്നു ആ മനുഷ്യൻ റേഡിയോക്ക് നിന്റെ രോഗമുള്ള ഭാഗത്ത് കൈവെക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയതാണ്. ആ മുഴ ഇങ്ങോട്ട് പോയതാണ്ടിരുന്നു. അപ്പൊ ദൈവം സൗഖ്യം വന്നു. എത്രയോ കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ ഗോസ്പൽ ഫോറേഷൻ എന്ന് പറയുന്ന ആത്മീയാത്ര GFA ഗോസ്പൽ ഫോറേഷൻ എന്ന് പറയാൻ തുടങ്ങി. പിന്നെ അതിനകത്ത് ബുക്കുകൾ അടിക്കാൻ തുടങ്ങി. അതിനകത്ത് ബുക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പുള്ളി തന്നെ ട്രാൻസ്ലേഷൻ ചെയ്ത് ഒത്തിരി സാഹിത്യത്തിന്റെ ബുക്കുകൾ. അപ്പൊ അവിടെ പുള്ളി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറായ ആ മനുഷ്യൻ ബുക്ക് അടിക്കാൻ പ്രസ് മഞ്ഞാടിയിൽ എങ്ങനെയാണ് പറയാം, മഞ്ഞാടി പ്രസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബുക്ക് അടിക്കാൻ തയ്യാറായി മുമ്പോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബുദ്ധി വികസിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ചിന്തകൾ മാറാൻ തുടങ്ങി. പുള്ളി കാസറ്റുകൾ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നോരോന്നോരോ തുടങ്ങി പുള്ളി പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്തു.
എങ്ങനെ അത് ചർച്ചായിട്ടല്ല, സൊസൈറ്റി ഇതായിട്ടല്ല, ട്രസ്റ്റായിട്ട് അദ്ദേഹം റേസ് ചെയ്തു. ട്രസ്റ്റായിട്ട് റേസ് ചെയ്തപ്പോഴാണ് GF ഗോസ്പൽ ഫോറേഷൻ എന്ന് പറയുന്ന പേര് കൊടുത്തിട്ട് വന്നു. ആത്മീയാത്ര നിൽക്കെ മനുഷ്യൻ ആ ഗോസ്പൽ ഫോറേഷനിക്ക് ക്രമീകരണം ഒരുക്കി കൊടുത്തു. അത് നടത്തുന്നത് വരെ ആൾക്കാരാണ്. പക്ഷെങ്കിൽ ഇദ്ദേഹം അങ്ങനെ മുൻപോട്ട് പോയി പ്രസ് വരെ തുടങ്ങി. അങ്ങനെ എന്താ അതിൻ്റെ കൂടെ കാസറ്റുകൾ ഇറക്കാൻ തുടങ്ങി, ബുക്കുകൾ ഇറക്കാൻ തുടങ്ങി. പുള്ളി രീതി മാറാൻ തുടങ്ങി മുൻപോട്ട് പോയപ്പോൾ പുള്ളിയുടെ കൂടെ പുരുഷാരം ആളുകൾ കൂടുന്നു എന്ന് കണ്ടപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ചർച്ചകളിലേക്ക് ആരാധനകൾ ക്രമീകരിക്കാൻ തുടങ്ങി. മഞ്ഞാടിയിൽ മുകളിൽ പ്രശ്നം താഴെ ആരാധനയും തുടങ്ങി. താഴെ ആരാധന തുടങ്ങിയപ്പോൾ അത് നടത്താൻ ഒരു പാസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഇന്നും ഒരു 2 വർഷം മുമ്പ് കറ്റോട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആ സഭ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ മനുഷ്യന് ഇദ്ദേഹം കൂടി ആലോചിച്ചു. ഓഫീസിലുള്ള എല്ലാം കൂടെ ഒരുമിച്ച് ആലോചിച്ചു, നമുക്ക് പാസ്റ്റേഴ്സിനെ നമ്മുടെ കൂടെ നിർത്തിയാൽ എന്താ? ചർച്ച് പ്ലാനിങ് വേണ്ട, പാസ്റ്റേഴ്സിനെ കൂടെ നിർത്താന്ന് പറഞ്ഞ് പാസ്റ്റേഴ്സിനെ കൂടെ നിർത്തി. മറ്റ് സഭകളിലുള്ള എല്ലാ പാസ്റ്റർമാരെയും പുള്ളിയുടെ കൂടെ നിർത്തി. എല്ലാ മാസത്തിന്റെ ഒടുവിൽ ഒരു പ്രാർത്ഥന വെച്ചിട്ട് സൈക്കിൾ ഇല്ലാത്ത സൈക്കിൾ കാശുകൾ കൊടുക്കാൻ തുടങ്ങി, സൈക്കിൾ പഠിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പാസ്റ്റർമാരെ കൂട്ടാൻ തുടങ്ങി. അതിനുശേഷം പുള്ളി നിലച്ച കാര്യമാണ് ചർച്ച്, എലിവേഷൻസ്. പിന്നെ അതിൻ്റെ കൂടെ ആശുപത്രി തുടങ്ങി. അങ്ങനെ ഓരോന്ന് തുടങ്ങുമ്പോഴും ഈ മനുഷ്യൻ ചർച്ച് പ്ലാനിങ്ങിലേക്ക് വന്നു. ആൾക്കാർ വരുന്നത് കണ്ടപ്പോൾ പുള്ളിക്ക് പിശാച് ഇട്ടുകൊടുത്തൊരു കാര്യമാണ്. എന്നോട് പറഞ്ഞ കാര്യം, ഞങ്ങൾ ഒരുമിച്ച് കുമരകത്ത് ഒരു ടൂറ് പാക്കേജ് ചെയ്ത് അപ്പോഴേക്ക് ഒരു സേർമെന്റ് എന്ന് പറഞ്ഞ ഇതുണ്ട്, ഒരു ബോർഡുണ്ട്, കമ്മിറ്റി. ആ സേർമെന്റിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പുള്ളി എടുത്ത ക്ലാസ്സാണ്. പുള്ളി പറഞ്ഞു, ധാരാളം പേർ നമ്മളെ പോലെ പള്ളികളിൽ നിൽപ്പുണ്ട്, സമുദായ അടിസ്ഥാനത്തിൽ നിൽപ്പുണ്ട്. അവരെ നമുക്ക് നേടണമെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് ഇപ്പം തടസ്സമായി നിൽക്കുന്നതും പെന്തക്കോസ്തുകാർ ഇപ്പം വാദിക്കുന്നതായ ഒരു കാര്യം നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചപ്പോ അതിനകത്തിരുന്ന ലേഡീസാകുണ്ട്. അതിൽ ഇരുന്ന പലരും വേറെ വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ നിങ്ങൾക്കാർക്കും വെളിപ്പെടാത്തൊരു കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞ ആ മനുഷ്യൻ വന്നു. ആഭരണമാണ് മറ്റ് സമുദായത്തിൽ നിന്ന് ആരും പെന്തക്കോസ്തിലോട്ട് നമ്മൾ നിൽക്കുന്നിടത്തോട്ട് വരാൻ തടസ്സം. ഇത് ഊരിക്കൊണ്ടേ വരാം, ഊരിയിട്ടേ വരാമെന്ന് നമ്മുടെ ഉപദേശിമാര് പറയുമ്പോൾ അവരവിടെ തന്നെ എന്ത് ചെയ്യുള്ളൂ? നിൽക്കത്തുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊന്നും ഊരുകയും വേണ്ട, ഇതിനെ മൈൻഡ് ചെയ്യുകയും വേണ്ട, നിങ്ങൾ പോരെ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ എന്തായിരിക്കും? പുള്ളിയാണ് കേരളത്തിൽ ആഭരണത്തിന്റെ ആദ്യത്തെ ഒരുക്കി. ആഭരണത്തെ കുറിച്ചുള്ള ഉപദേശം വേണ്ട, ആഭരണത്തെ കുറിച്ചുള്ള പറച്ചിൽ വേണ്ട. ആൾക്കാർ ഇരിക്കാൻ തുടങ്ങി, പള്ളികളിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. ഇവർ തുടങ്ങി വെച്ച ചർച്ചകളിൽ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. അവർ ആഭരണം ഇട്ടോളം പറഞ്ഞു. ആഭരണം ഇട്ടോണ്ട് അവർ സ്നാനപ്പെടുത്താൻ തുടങ്ങി, ഇട്ടോണ്ട് ആരാധന നടക്കാൻ തുടങ്ങി. ഏറ്റവും നല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ കൂട്ടിയതിന്റെ അത്രയും ആൾക്കാരെ ഈ കേരളത്തിൽ ഒറ്റ പാസ്മാർ കൊണ്ടിരിക്കില്ല. പക്ഷെങ്കിൽ ദൈവവചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത രീതിയിലുള്ളതാ ദൈവത്തിന്റെ വചനം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കെന്താ? പിതാക്കന്മാരിട്ടിരിക്കുന്ന അവസാനം എന്ത് സംഭവിച്ചു? ഏത് മനുഷ്യന്റെയും ആരംഭം അല്ല നല്ലതായി, അവസാനമാണ്. അപ്പോൾ ആഭരണം ഉപേക്ഷിക്കേണ്ടാത്ത ഒരു ഉപദേശം നിലനിർത്തിക്കൊണ്ട് കംപ്ലീറ്റ് മടകളും അഴിച്ചു വിട്ടുകൊടുത്തിരുന്നു എങ്കിൽ എല്ലാവരും പെന്തക്കോസ്തിലേക്ക് ഒഴുകുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ പെന്തക്കോസ്തിന്റെ അനുഭവമില്ലാത്ത ഒരവസ്ഥ ഇവിടെ സംജാതമാകുമായിരുന്നു. പക്ഷെ അന്ന് കഴിഞ്ഞ തലമുറയിൽ അവർ ആഭരണം അടക്കമുള്ളവകളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും നെഞ്ചും നെറ്റിയും കൊടുത്തവർ നിൽക്കുവാൻ തയ്യാറായത് കൊണ്ട് നമുക്കിന്ന് കൃത്യമായി ഒരു ചരിത്രമുണ്ട്. പണ്ട് വാര്യാപുരം യോനാചായൻ പ്രവചിച്ചതുപോലെ പെന്തക്കോസ്തിന്റെ അകത്തുനിന്ന് ഒരു പെന്തക്കോസ്ത്, ഒറിജിനൽ പെന്തക്കോസ്ത് പുറത്തു വരും. അത് എന്നും ഉണ്ടായിരിക്കും. അവരവരുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗമാണ്
എനിക്കിനി ആഭരണം വേണ്ട, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, എൻ്റെ ശരീരം ആഭരണം കൊണ്ട് അലങ്കരിക്കേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. ഇതാണ് എൻ്റെ പഠിപ്പിക്കുക. അതിന് വിപരീതമായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. സ്നാനപ്പെട്ടവർ ആഭരണം വർജിക്കുക എന്നത് ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനില്ല. നിങ്ങളുടെ പ്രതിഷ്ഠയിൽ നിങ്ങൾ നിലനിൽക്കുക. നിങ്ങളങ്ങനെ പ്രതിഷ്ഠിച്ചവരാണെങ്കിൽ ആ പ്രതിഷ്ഠയിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആർക്കെങ്കിലും എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ വിഷമമുണ്ടായെങ്കിൽ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു.